വീണയുടെ ഫോൺ പരിശോധനാ ഫലം നിർണായകമാകും. ഡയറിയിലുള്ള മറ്റു പേരുകൾ കേന്ദ്രീകരിച്ചും ഇ.ഡി. തെളിവ് ശേഖരണം തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലടക്കം 12ഓളം കേന്ദ്രങ്ങളിലാണ് ഇ.ഡി. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. നിർണായകമായ പല രേഖകളും ഈ പരിശോധനയിൽ ലഭിച്ചു എന്നാണ് ഇ.ഡി. ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ മൊഴിയടക്കം 5 ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പണം നൽകിയ ആളുകളുടെ പട്ടികയടക്കം മൊഴിയായി നൽകിയത് ഈ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. അതിനെ സാധൂകരിക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലൂടെ ശേഖരിക്കാനായി എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നത്. എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് വാങ്ങിയ മാസപ്പടിയെക്കുറിച്ചുള്ള SFIO അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെയാണ് ഈ തുക അത്രയും കൈപ്പറ്റിയതെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രധാന കണ്ടെത്തൽ. വീണയ്ക്കും അവരുടെ കമ്പനിക്കും പ്രതിമാസം വൻ തുകയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വീണയ്ക്ക് വ്യക്തിപരമായി മാസം 5 ലക്ഷം രൂപയും എക്സാലോജിക് കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പ്രതിമാസം 8 ലക്ഷം രൂപ വീതമാണ് കൈപ്പറ്റിയിരുന്നത്. ഇതുവഴി ഒരു വർഷം മാത്രം 96 ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് ലഭിച്ചു. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ 2017 ജനുവരി മുതലാണ് ഈ പണമിടപാടുകൾ ആരംഭിക്കുന്നത്. 2020 ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം ആകെ 2,78 ലക്ഷം രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ ടി കൈപ്പറ്റിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 1,72 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയതായി കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷവും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കൃത്യമായ ഉത്തരവ് വന്നിട്ട് പോലും CMRLൽ നിന്ന് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണമൊഴുക്ക് തടസ്സമില്ലാതെ തുടർന്നതായാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത്. CMRL മാത്രമായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എന്നാൽ SFIOയ്ക്ക് മുൻപാകെ ഹാജരായ വീണയ്ക്ക് CMRLന് എന്തെങ്കിലും തരത്തിലുള്ള IT സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ രേഖ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ബിസിനസ് ധാരണയിലെത്തിയതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമല്ല. പണമിടപാടുകൾക്ക് അപ്പുറം ഇരു കമ്പനികൾക്കുമിടയിൽ ഔദ്യോഗികമായി ഒരൊറ്റ ഇമെയിൽ സന്ദേശം പോലും അയച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം മൊഴികളെ സാധൂകരിക്കാൻ പാകത്തിന് രേഖാമൂലമുള്ള തെളിവുകളെല്ലാം തന്നെ ലഭിച്ചു എന്നാണ് ഇ.ഡി. പറഞ്ഞത്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അനുമതി തേടിക്കൊണ്ടാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഡയറക്ടറേറ്റിനെ സമീപിച്ചിട്ടുള്ളത്. അവിടെ നിന്നും നിർദ്ദേശം ലഭിച്ചാലുടൻ തന്നെ വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമാണ് നടന്നതെന്നും തെളിവുകൾ കൂടി വച്ചുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ വേണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിനായി വീണയെ സമൻസ് നൽകി കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കേണ്ടി വരും എന്നും ഇ.ഡി. വ്യക്തമാക്കി. CMRL ഉദ്യോഗസ്ഥരെയും ഇതോടൊപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും.